ഒരു സംശയം വേണ്ട, കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിലും ടേസ്റ്റി ആട്ടോ. മെയിൻ ആയിട്ട് റൈസ് ഫ്ലോർ ആണ് നമ്മൾ ഇതിൽ ചേർത്തേക്കണേ. പെർഫെക്റ്റ് കോട്ടിംഗ് ആയിട്ട് കിട്ടും, ഒരു ഡൗട്ടും വേണ്ട, വിട്ടൊന്നും പോവില്ല. അതുപോലെ സൂപ്പർ ക്രിസ്പിയാണ്. ഇതിനേലും കൂടുതൽ ക്രിസ്പി ആക്കാനുള്ള വഴി ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. കോളിഫ്ലവറിന്റെ പക്കോട എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് അടിച്ച് പ്രോത്സാഹിപ്പിക്കണേ. പിന്നെ കമന്റും കൂടി ചെയ്യാന്നുണ്ടെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. പക്കോട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. വളരെ ചെറിയൊരു കോളിഫ്ലവർ ആട്ടോ ഞാൻ എടുത്തേക്കണേ. വീഡിയോയിൽ കാണുമ്പോൾ ഇച്ചിരി വലുതായിട്ടൊക്കെ തോന്നുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വലിയതൊക്കെയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ അതിന്റെ പകുതി കോളിഫ്ലവർ എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ബാറ്റർ ഇൻഗ്രീഡിയൻസ് ഇച്ചിരി കൂടുതൽ എടുക്കേണ്ടി വരും കേട്ടോ. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ അതിലെ ഫ്ലവേഴ്സ് ഒക്കെ കൂടെ വിടിപ്പിച്ചെടുക്കാം. ഒത്തിരി വലിയ ഫ്ലവേഴ്സ് ഒക്കെ ഒന്ന് രണ്ടാക്കി ഇടാം. അതിന്റെ തണ്ട് ഒരുപാട് നീണ്ടൊക്കെ എന്തൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. അത് കട്ട് കളഞ്ഞ് കളയണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. ബജിക്ക് ആവശ്യമുള്ള ഒരു സൈസിൽ കംപ്ലീറ്റ് കോളിഫ്ലവർ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കോളിഫ്ലവർ കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ച് വെള്ളം ബോയിൽ ആവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കോളിഫ്ലവർ മുങ്ങി കിടക്കാൻ പാകത്തിനുള്ള വെള്ളം വേണം. വെള്ളം വല്ലാതെ വെട്ടി തിളക്കണമെന്നൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് ചൂടായ വെള്ളത്തിലേക്ക് ഈ കോളിഫ്ലവർ അങ്ങ് ഇട്ടെടുക്കാം. തിളച്ചിരുന്ന വെള്ളത്തിലേക്ക് കോളിഫ്ലവർ കംപ്ലീറ്റ് ഞാൻ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്യണം കേട്ടോ. അതിനുശേഷം നമുക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഓവറായിട്ട് കുക്ക് ചെയ്യരുത് കേട്ടോ, അപ്പോൾ അലന്ന് പോകും. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി മറിച്ചൊക്കെ ഇട്ടെടുത്തോണ്ടിരിക്കാം കേട്ടോ. ഒരു സൈഡ് തന്നെ ഇങ്ങനെ കിടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സൈഡ് മാത്രമായിട്ട് കുക്കാവും, മോൾ ഭാഗം കുക്കാവില്ല. അപ്പോൾ ഇളക്കിയൊക്കെ കൊടുത്തോണ്ടിരിക്കാം. ഇപ്പൊ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ചൂടുവെള്ളത്തിൽ നിന്ന് കോരിയെടുക്കാം. ഒരുപാട് കുക്ക് ചെയ്യരുത് കേട്ടോ. ഓവറായിട്ട് കുക്ക് ആയി കഴിഞ്ഞാൽ അലന്ന് പോകും, പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കോളിഫ്ലവർ ചൂടാറട്ടെ കേട്ടോ. അതവിടെ നമുക്ക് മാറ്റി വെക്കാം. ബാറ്ററിനുള്ള പരിപാടി തുടങ്ങാം. പക്കോടയുടെ ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് 1 ഇഞ്ച് വലുപ്പത്തിലുള്ള 1 ഇഞ്ച് എടുക്കാം. 3 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ ഒരു 2-4 നോക്കി എടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം കേട്ടോ. ഇത് നമ്മൾ ബാറ്റർ റെഡിയാക്കുന്ന ബൗളിലേക്ക് ഇട്ടെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആട്ടോ. സാധാരണ എരിവുള്ള മുളക് പൊടി ഒരു 3/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നേരിയ എരിവുണ്ടാവും, അപ്പൊ നിങ്ങളുടെ എരിവനുസരിച്ച് മുളക് പൊടിയുടെ അളവിൽ വ്യത്യാസം വരുത്താം. കാശ്മീരി ചില്ലി പൗഡർ ഇട്ടാലാണ് നല്ലൊരു കളർ കിട്ടുള്ളൂ കേട്ടോ. ഒരു 2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ഇട്ടെടുക്കാം. 2 ടീസ്പൂൺ വിനാഗറും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വീഡിയോ കട്ടായി പോയായിരുന്നു. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി വേണ്ടി വരും കേട്ടോ. 1/2 ടീസ്പൂൺ ആദ്യം ഇട്ടെടുത്താൽ മതി. അത് കഴിഞ്ഞ് പൊടികളൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി അഡ്ജസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. ഈ ഒരു റെസിപ്പി നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ടെടുക്കാം. 3 ടേബിൾ സ്പൂൺ കടലമാവ് ഇട്ടെടുക്കാം കേട്ടോ. ബേസ് എന്ന് പറയും. അരിപ്പൊടി കടലമാവിന്റെ ഒരു കോംബോ വരണോണ്ടാട്ടോ നമുക്ക് ഇത്രയും നല്ല ക്രിസ്പി ആയിട്ട് ഇത് കിട്ടുന്നത്. കടലമാവിന്റെ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ അരിപ്പൊടിയും കൊണ്ട് കൂടുതൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇതിലേക്ക് വേറെ സോഡാപ്പൊടിയോ കായപ്പൊടിയോ ഒന്നും നമ്മൾ ഇടുന്നില്ല, അല്ലാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് തിക്കായിട്ടുള്ള ബാറ്റർ റെഡിയാക്കണം കേട്ടോ. ബാറ്റർ വയ്ക്കുമ്പോൾ കുറച്ചായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഒരുമിച്ച് ഒത്തിരി അങ്ങ് ഒഴിച്ച വെള്ളം കൂടി പോകാനും സാധ്യതയുണ്ട്, കട്ട പിടിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പൊ ആദ്യം കുറച്ച് വയ്ക്കുക, മിക്സ് ചെയ്യുക, വീണ്ടും വയ്ക്കുക. ഇപ്പൊ ഈ ബാറ്റർ നല്ല തിക്കാട്ടോ, നല്ല കൊയമ്പ് പോലെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ ഇതായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാകത്തിനാണ് നമുക്ക് കിട്ടേണ്ടത്. നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്റർ ആട്ടോ അത്. ഇനി നമ്മൾ സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ മറ്റൊരു ബൗളിലേക്ക് ഇടാം. വേറെ ഒന്നല്ല, നമ്മൾ കോളിഫ്ലവർ ബാറ്ററിൽ മുക്കുന്ന സമയത്ത് ബാറ്റർ നന്നായിട്ട് കോളിഫ്ലവറിൽ പിടിക്കാനായിട്ട് കോളിഫ്ലവറിൽ കുറച്ച് കോൺഫ്ലവറിന്റെ പൊടി ഉണ്ടല്ലോ, അതിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ കോളിഫ്ലവറിന്റെ എല്ലാ സ്ഥലത്തേക്കും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. കോളിഫ്ലവർ ഇടുന്നതിന് മുമ്പ് തന്നെ ബാറ്ററിൽ ഉപ്പൊക്കെ ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. കോളിഫ്ലവർ ഓരോന്നെടുത്ത് ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തെടുത്താലും മതി കേട്ടോ. ഇങ്ങനെയൊക്കെ കൂടി ഇടണമെന്നില്ല. കോളിഫ്ലവർ ഒരുപാട് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ ബാറ്റർ തികയാതെയൊക്കെ വരുമ്പോൾ, ബാറ്റർ അധികമായാലും കുഴപ്പമില്ല, ബാറ്റർ തികയാണ്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് വരും. കോട്ടിംഗ് ഒന്നും മര്യാദക്ക് വരില്ല. അപ്പോൾ ഓരോന്നെടുത്ത് ഡിപ്പ് ചെയ്തിട്ടാലും മതി. എനിക്കിത് പാകമായിരുന്നു കേട്ടോ, കറക്റ്റ് ഭാഗമായിരുന്നു. ബാറ്റർ ഇട്ടും പോകാനും ഉണ്ടായിരുന്നില്ല. ഓയിലേക്ക് ഇടുന്ന സമയത്ത് ഓരോ കോളിഫ്ലവർ എടുത്തിട്ട് ബാറ്ററിൽ നന്നായിട്ട് ഡിപ്പായി ബാറ്റർ എല്ലാ സ്ഥലത്തേക്കും കോട്ടിങ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ പ്രാവശ്യം ഫ്രൈ ചെയ്തത് ക്യാമറയിൽ റെക്കോർഡ് ആയില്ലായിരുന്നു കേട്ടോ. ക്യാമറ ഓഫ് ആയി പോയിട്ടുണ്ടായി, ശ്രദ്ധിച്ചില്ലായിരുന്നു. ഇതിപ്പോ 2ാമത്തെ ട്രിപ്പാട്ടോ. ഫ്രൈ ചെയ്യുമ്പോൾ ഫ്ലെയിം മീഡിയത്തിൽ ഇടാവുള്ളൂ കേട്ടോ. അതുപോലെ ഓയിൽ ഒരുപാട് ചൂടായി തിളച്ചൊന്നും കിടക്കരുത്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ടാവണം, അത്രയും മതി. ആ ഒരു സമയത്ത് നമ്മുടെ ബാറ്ററിയെല്ലാം മുക്കിയിട്ട് കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് തിക്കി നിറച്ച് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. വിട്ട് കിടന്ന് ഫ്രൈ ആവാൻ കണക്കിനുള്ളത് ഇട്ട് കൊടുത്താൽ മതി. കോളിഫ്ലവർ ഇട്ട് കൊടുത്ത ഒരു 30 സെക്കൻഡ് സമയത്തേക്ക് അനക്കണ്ട കേട്ടോ. അങ്ങനെ തന്നെ കിടന്നിട്ട് 30 സെക്കൻഡിന് ശേഷം തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇപ്പൊ ഒരു 30 സെക്കൻഡ് ആയിട്ടുണ്ട്. തിരിച്ചിട്ടെടുക്കാം. ഇനി ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നല്ലൊരു ഡാർക്ക് ഗോൾഡൻ കളർ ആവും കേട്ടോ. ആ സമയം വരെ ഫ്രൈ ചെയ്തെടുക്കുക. അത് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി കേട്ടോ. നല്ലൊരു ഡാർക്ക് ഗോൾഡൻ കളർ ആയി കഴിയുമ്പോൾ എണ്ണയിൽ നിന്ന് കോരാം. ഇപ്പൊ ഇതായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാം, നല്ലൊരു ഡാർക്ക് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് കോരിയെടുക്കാം. ആദ്യം കോരിയിട്ടതിൽ അത്രേ ബാക്കിയുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ തീർന്നു. ഇതേ രീതിയിൽ നമുക്ക് കംപ്ലീറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ.
ഇതിനെ കുറച്ചും കൂടി ഭംഗിയും ടേസ്റ്റി ഒക്കെ ആക്കാനായിട്ട് കുറച്ച് വേപ്പിലയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് താളിച്ചിടണം. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും കൂടി നല്ല ക്രിസ്പി ആവണമെന്നുണ്ടെങ്കിൽ സൗണ്ട് നിങ്ങൾ കേട്ട് കാണും, നല്ല ക്രിസ്പി ആണ് ഓൾറെഡി. ഇതിനേലും നല്ല ബലത്തിൽ വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചൂടാറിയ ശേഷം ഒന്നും കൂടി ഇതിങ്ങനെ തന്നെ വെളിച്ചെണ്ണ ചൂടായ ഓയിലിലേക്ക്, ഏത് ഓയിലാണോ നിങ്ങൾ ഫ്രൈ ചെയ്തത് അതിലേക്ക് തന്നെ ഒന്നും കൂടി ചൂടാക്കിയിട്ട് അതിലേക്കിട്ട് ഒന്നും കൂടി ഫ്രൈ ചെയ്ത് കോരിയെടുക്കാം കേട്ടോ. അപ്പൊ ഒന്നും കൂടി നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഞാൻ ആ സ്റ്റെപ്പ് ചെയ്യുന്നില്ല കേട്ടോ, നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായ ശേഷം 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായ ശേഷം 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാട്ടോ. പിന്നെ 3-4 പച്ചമുളക് കീറിയെടുത്തതാണ്. ഉള്ളിലെ കായൊക്കെ ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എരിവായിരിക്കും. ഇത് കഴിക്കണവർക്ക് കഴിക്കാം കേട്ടോ. പച്ചമുളക് ഇങ്ങനെ കടിച്ച് തിന്നാം. പച്ചമുളക് കടിച്ച് തിന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ ചേർക്കണ്ട കേട്ടോ. വെളുത്തുള്ളി വേപ്പിലയും മാത്രം ഇട്ടാൽ മതി. വെളുത്തുള്ളിയുടെ പച്ച സ്മെല്ലൊക്കെ ടേസ്റ്റ് ഒക്കെ ഒന്ന് പോകണം കേട്ടോ. അതിനായിട്ട് കുറച്ച് സമയം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയുടെ പച്ച സ്മെല്ലൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പൊ ഒരു 2 ഇതള വേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേപ്പില നന്നായിട്ടൊന്ന് മരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബജിയിലേക്ക് ഇട്ട് കൊടുക്കാം. ബജി ഇട്ടെടുത്ത് നന്നായിട്ട് എല്ലാവരും കൂടി മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. സോസിൽ മുക്കി കഴിക്കണം കേട്ടോ. ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പിൽ മുക്കി കഴിക്കാം. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. കോട്ടിംഗ് ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ആവശ്യക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇനി മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. ഡെയിലി എന്റെ ചാനലിൽ നോക്കണം കേട്ടോ. ഡെയിലി ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. 11-15 ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാവരും കാണാം. അപ്പൊ ശരി.